ഹലോ അരുൺ, ഹലോ. വെൽക്കം ടു സെല്ലുലോയിഡ്. ഫസ്റ്റ് ഇപ്പോൾ കിട്ടിയപാടെ ചോദിക്കേണ്ട കാര്യം സർവ്വമായുടെ വിശേഷങ്ങളാണ്. ജസ്റ്റ് റിലീസ് ചെയ്തതേ ഉള്ളൂ. പാച്ചു അത്ഭുത വെള്ളത്തിന് ശേഷം അഖിൽ സത്യന്റെ സിനിമയാണ്. ഹൗ യു ലുക്കിംഗ് ഫോർവേഡ്? എന്തായിരിക്കും, ഞങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാൾ ഇപ്പം പടത്തിന്റെ കണ്ടന്റ് ഒക്കെ കണ്ടു വെച്ചിട്ട് ഒരു ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ഇപ്പൊ പാച്ചുവും അത്ഭുത വിളക്കിനുള്ള പോലത്തെ പല എസൻസ് ഉണ്ട്. ഭയങ്കര ഫാമിലി ലവിങ്. ഇപ്പൊ നിവിൻ ചേട്ടൻ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു അവതാറിൽ വരുന്ന പുള്ളിയുടെ തന്നെ ഒരു പുതിയ ലുക്കും ഒരു പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മൊത്തം ഭയങ്കര രസമുള്ള ഫണ്ണാണ്. നിവിൻ ചേട്ടൻ്റെ അജു ചേട്ടൻ്റെയും കോംബോ അങ്ങനെ ഒരുപാട്. പിന്നെ ഇതിലൊരു ചെറിയൊരു എലമെന്റ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റിനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പറഞ്ഞത് പോകും. അപ്പം ശരിക്കും ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മളതിനെ മാർക്കറ്റ് ചെയ്യുന്നതും ഒരു ഹൊറർ കോമഡി പോലെയും അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഹൊറർ അല്ല, എന്നാലും വേറൊരു സാധനമുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഹൊറർ അല്ല. കാരണം ഞാൻ ചോദിക്കാൻ പോയിരുന്നു, ഹൊറർ ഇങ്ങനെ പിന്നാലെ വരുന്നുണ്ടോ അരുണ്ട് എന്നുള്ള ഒരു. ഇല്ലില്ല ഇല്ല ഇല്ല. എന്തുകൊണ്ടോ ഞാനിപ്പോ ചെയ്തത് ഇപ്പൊ DSC കഴിഞ്ഞിട്ട് സർവ്വമായി ചെയ്തു. രണ്ടിലും പല പടക്കളത്തിലും ഒരു കോമഡി എന്ന് വേണേ പറയാം. പടക്കളത്തില് പക്ഷെ കുറച്ചുകൂടെ മറ്റേതല്ലേ, ബോഡി സ്വാപ്പും അതൊക്കെ. DSC പ്രേതമുണ്ട്, ഇതില് പക്ഷെ വേറൊരു. എന്നാലും മൊത്തം അങ്ങനത്തെ ടച്ച് ആണ്. അതെന്തോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല, അത് കിട്ടുന്ന. ഇനി DSC പറ്റി പറയാതിരിക്കാൻ വയ്യ. ഇറ്റ് വാസ് ഓസം. എസ്പെഷ്യലി ആ മൂവി കണ്ടിറങ്ങി കഴിഞ്ഞാൽ അരുണിന്റെ സീനാണ് മനസ്സ് മുഴുവൻ നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് സൺഷെയ്ഡ് നോക്കുമ്പോൾ ഇപ്പൊ പേടിയാണ്. അതുപോലെ സീരിയസ്ലി എന്റെ മനസ്സിൽ അതൊരു കുറച്ച് നാളിനി ഉണ്ടാവും. അത് എന്റെ മോൻ ഇങ്ങനെ ആ സീൻ കണ്ടിട്ട് അവനിങ്ങനെ ഇങ്ങനെ നിന്ന് അവന്റെ കണ്ണിൽ ഞാൻ കണ്ടു. കാരണം അവൻ ഈ മുകളിലൊക്കെ കയറിയിട്ട് ഇത് ചെയ്യണ സ്വഭാവം. ഇത് കണ്ട ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് കണ്ട ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കണേ എന്നുള്ള അങ്ങനെ ഒരു ചെറിയൊരു സാധനം കൂടി ഞാൻ ഇൻഡ്യൂസ് ചെയ്തിട്ട് കൊടുത്തു. അതിന്റെ എങ്ങനെയായിരുന്നു എന്റെ ഷൂട്ട്, എനിക്ക് അതിനെ പറ്റി അറിയണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്പെസിഫിക് സീൻ മറ്റേ ടെറസിന്നുള്ള ഇപ്പം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പം അത് വീഴുന്ന സാധനം നമ്മൾ 2-3 ദിവസം എടുത്തൊക്കെ ഷൂട്ട് ചെയ്തേ. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ ആദ്യം തന്നെ വായിച്ചതിൽ ഏറ്റവും ഞെട്ടി കിടിലം തോന്നിയൊരു സീനാണ്. അങ്ങനെ അത്രയും ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തലയുടെ തട്ടുന്നു, അടിക്കുന്നു, പൊളിയുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ എടുക്കും എന്ന് അറിയില്ലായിരുന്നു. അപ്പം ഷൂട്ടിന് മുന്നേ ഒക്കെ രാവിലെ ഏട്ടൻ പറയാടാ ചാടാ റെഡിക്കോ, നീ വീഴും, പല്ല് 2 ഞാൻ എടുക്കും എന്നൊക്കെ അങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവരെയും പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അത് ഏകദേശം ഒരു 2 നൈറ്റ് ഫുള്ള് എടുത്ത് എന്റെ അവിടുത്തെ മുകളിലെ ഒരു കരച്ചിൽ പരിപാടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടം വരെ എത്താൻ ഒരു 2 നൈറ്റിലെ പരിപാടി. അപ്പൊ അവര് സെപ്പറേറ്റ് പ്രിപ്പറേഷനും ഒരു വിഷ്വലൈസേഷൻ 3D വിഷ്വലൈസ് ചെയ്ത് നോക്കി. അതിനുശേഷം ഒരു ഡ്യൂപ്പ് ഒരു ചേട്ടന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി വന്ന് കാണിച്ചു തന്ന് ഇങ്ങനെ പുറത്തോട്ട് തെറിക്കണം. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് തലകുത്തനെ, ശരിക്കും അത്ര ഹൈറ്റുള്ള ബിൽഡിംഗ് ആണത്. ഒരു 4 നില പൊക്കമുള്ള ഒരു സ്ഥലത്ത് തന്നെ ചെയ്തത്. എനിക്ക് ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു. എന്നാലും അങ്ങനെ ആദ്യം ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ തലകുത്തനെ കെട്ടി തൂക്കി ഒരു സാധനം കൂടെ എടുത്ത് നമ്മൾ പിന്നെ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോയൊരു ഫീലിലായിരുന്നു അത് ചെയ്തത്. പക്ഷെ അത് ഒന്നിച്ച് രാവിലെ അതിനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ സൗണ്ടിങ്ങും ഒക്കെ കൂടെ വർക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയ ഒരു പാനിക് കിട്ടിയെന്ന് തോന്നുന്നു. സിനിമയിൽ പോലും നമ്മളിങ്ങനെ വീഴുന്നു പിന്നെ താഴെ കിടക്കുന്നതാണല്ലോ കാണുന്നത്. അപ്പം ഇതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അത് ഭയങ്കര രസമായിരുന്നു. അത് അതുപോലെ അതിനുശേഷം എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നോക്കുന്നതും ആ മുറിവുകളും മേക്കപ്പ് ഓൾസോ അല്ലേ, ആ എന്താണ് വൂണ്ടൊക്കെ നന്നായിട്ട് നൈസ്. അത് ഒരിക്കലും മായാത്ത രീതി വളരെ സ്കാരി ആയിട്ടുള്ള ഒരു ഐ എം ട്രോമറ്റൈസ്ഡ്. അതെ, ആ ട്രോമയായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ചത്. പ്രണവമായിട്ട് ഭയങ്കരമായി ഇങ്ങനെ ഇത്രയും എന്താ പറയാ കുറച്ച് അഭിനയിക്കേണ്ട ഒരു സീനായിരുന്നല്ലോ അല്ലെ. കാരണം ഇങ്ങനെ ഉള്ളിലൊക്കെ വെച്ചിട്ടുള്ള നീറ്റലും അതിന്റെ എല്ലാം കൂടി വരേണ്ട ഒരു സീനായിരുന്നു അഭിനയിച്ചത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു ബോണ്ടും കാര്യങ്ങളും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ട്. നമ്മൾ ആദ്യം ശരിക്കും പരിചയപ്പെടുന്ന ഫോട്ടോഷൂട്ടിന്റെ ടൈമിലാണ്. നമ്മളൊരു ഫോട്ടോഷൂട്ട് ചെയ്ത് ലുക്ക് ടെസ്റ്റ് ചെയ്ത് അതിന് ഫോട്ടോഷൂട്ട് ചെയ്ത് ഫോട്ടോഷൂട്ടിൽ തന്നെ ഞാൻ പുള്ളി കുറച്ചധികം കഷ്ടപ്പെടുത്തിയായിരുന്നു. അപ്പൊ നല്ലൊരു പരിചയമായി, കുറെ പണിയെടുപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം എളുപ്പം സിങ്കായി. പിന്നീട് ഈ പറയുന്ന പോലെ സെറ്റിൽ ചെന്ന് എന്റെ ഫസ്റ്റ് ഡേ തന്നെ മറ്റേ ആദ്യത്തെ ടെറസിലെ സീനായെടുത്ത്. 2 ടെറസാണ്, എന്നാലും ആദ്യത്തെ ടെറസിൽ മീറ്റ് ചെയ്യുമല്ലോ ഫുട്ബോൾ കളിക്കുന്ന സാധനം, അതാണ് ആദ്യം എടുത്തത്. അപ്പൊ എനിക്ക് അതിൽ ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ പ്രണവ് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് വരണം, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ, ആരും കാണാത്ത നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പുള്ളി അപ്പൊ തന്നെ ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിൽ, നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കും. അപ്പൊ പ്രണവ് ചേട്ടൻ സജഷൻ തരും, ഇങ്ങനെ പറ, ഇങ്ങനെ നോക്ക്. അപ്പം എന്റെ മൈൻഡിലൊരു പരിപാടി ഉണ്ടായിരുന്നു,
ഞാൻ പുള്ളിയുടെയും സജഷൻസ് എടുത്തു, രാഹുലേട്ടൻ്റെ സജഷൻ എടുത്തു. എന്നിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ഇങ്ങനെ പറയാം. എന്നിട്ട് നമ്മൾ ടെറസിൽ ചെന്നിട്ട് രാഹുലേട്ടനെ കാണിച്ചു കൊടുത്തു. രാഹുലേട്ടൻ പറഞ്ഞാൽ അത് കൊള്ളാം, പിടിച്ചോ പറയുകയും പിന്നീട് ഈ പറയുന്ന പോലെ ചെയ്യാനപ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സുഖമാണല്ലോ. ഇപ്പം ചില സമയത്തൊക്കെ നമുക്ക് ലുക്ക് തരുമ്പോഴൊക്കെ പ്രണവ് ചേട്ടൻ നിൽക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ക്യാമറയുടെ സൈഡിൽ നോക്കി പറഞ്ഞാൽ മതി, എന്നാലും പുള്ളി ഒന്ന് നിൽക്കും ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അടുത്ത സീൻ ചെയ്തപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ പിന്നീട് മാറി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചിലപ്പോൾ പ്രണവ് ചേട്ടൻ ഭയങ്കര ഇന്റൻസ് സീനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിളിച്ചു, ഒന്ന് വരൂ, ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് ചെയ്താലേ. ഓക്കെ എന്ന് പറഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കുകയും ദാറ്റ് ഇസ് ഹെൽപ്പ് മീ അങ്ങനത്തെ സീൻ കൺസ്ട്രക്ട് ചെയ്യാനും. പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിലുള്ളൊരു ഓക്വേർഡ്നെസ്സും പ്രശ്നവും ഒക്കെയാണ് അത് വർക്ക്ഔട്ട് ആവേണ്ടത്. സോ ഐ തിങ്ക് ഒരു പരിധിവരെ ദാറ്റ് ഇസ് ഹെൽപ്പ് മീ അലോട്ട് എന്നാണ് തോന്നുന്നത്. പ്രണവിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ലൈക്ക് ഭയങ്കര ട്രിപ്പിന് പോകാൻ ഇഷ്ടമുള്ള ഒരാളും ഭയങ്കര ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള കുറെ സ്പിരിച്വാലിറ്റിയും ഇവിടെയൊക്കെ കുറെ സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. അത് മാത്രമല്ല സിനിമയിൽ ഇന്നേ വരെ പ്രത്യേകിച്ച് ഒരു പ്രൊലിഫിക് ആയ ഒരാളുടെ മകൻ എന്നുള്ളതിന്റെ ഒരു ഭാവവും ഇല്ലാത്ത ആളെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നേച്ചർ? ഭയങ്കര ചിൽ ഒരു ഇത് തന്നെ. ഞാൻ പറഞ്ഞ പോലെ ഒരു ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ കഥയൊക്കെ ചോദിക്കും. ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ എവിടെയാ പോയത് കഴിഞ്ഞ മാസം, അല്ലെങ്കിൽ സ്പെയിനിൽ പോയ അവിടെ പോയിട്ട് എങ്ങനെ എവിടെ മല കയറാൻ പോയ, അതൊക്കെ ചുമ്മാ ഇങ്ങനെ ചോദിക്കും. പുള്ളി അത് സീരിയസ് ആയിട്ട് പറഞ്ഞു തരും. എടാ ഇതിങ്ങനെയാണ്, ഈ സ്ട്രീറ്റിൽ പോയാൽ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഭക്ഷണങ്ങൾ കിട്ടും, ഇവിടെ പോയി ഇങ്ങനെ കയറാം എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര നമുക്ക് ശ്രദ്ധ തന്ന് പറഞ്ഞു തരും. പിന്നെ വൻ കാഷ്വൽ ചിൽ, അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. ഭയങ്കര കൂൾ ഒരു മനുഷ്യൻ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അരുണിന് എനിക്ക് ആദ്യം പരിചയമുള്ള സമയത്ത്, എനിക്ക് ഇതിനു വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ആളെ പറ്റി പഠിക്കാനോ നോക്കിയ സമയത്ത് എനിക്ക് ഭയങ്കര ഞെട്ടലുള്ള ഒരു ഭാഗം അതായിരുന്നു തിയേറ്റർ എൻ്റെ ഇത് കേട്ടപ്പോൾ. ഇങ്ങനത്തെ ആള് ഓൾറെഡി ഞാൻ പോസ്റ്റർ ഡിസൈനിങ്ങും അങ്ങനെയുള്ള അതിൽ നിന്നാണ് ഞാൻ ഓൾറെഡി ആദ്യമേ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം കൂടി ഞാൻ അറിയുന്നത്. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയ ഒരാളെ പോലെ അതിന്റെ എല്ലാ ഇതുമാണ് കാണിക്കുന്നത് കംപ്ലീറ്റ്, അല്ലേ? ആണെന്ന് തോന്നുന്നു. അതാണ് യുവർ മെയിൻ തിങ്. എന്റെ മെയിൻ അതാണ് എന്നൊരു സാധനം. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞേ. തിയേറ്റർ ഞാനൊരു 3ാം ക്ലാസ്സിൽ ചേർന്നൊരു പരിപാടിയായിരുന്നു. 3ാം ക്ലാസ്സിൽ ലോകധർമ്മി എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ വർക്ക്ഷോപ്പ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ മറ്റേ വെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ എൻ്റെ അച്ഛൻ വിചാരിച്ച എനിക്ക് ഭയങ്കര നാണമാണ്, ഇവനെ കൊണ്ട് ചേർക്കാം, നാണം മാറ്റാം എന്നൊക്കെ വിചാരിച്ച് ചേർന്ന് പിന്നീട് പഠിച്ച് അവിടെ നിന്ന് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ചില്ലാവുകയും. ഞാൻ ശരിക്കും നാടകം പഠിക്കാനും ചെയ്യാനും അല്ല പോയിക്കൊണ്ടിരുന്നത്, ഫ്രണ്ട്സിനെ കാണാനും ഒരു ഭയങ്കര കൂട്ടുണ്ടായി. സ്കൂളിന് പുറത്തൊരു കൂട്ട്, അതിലൂടെ എനിക്കിപ്പം കഥകളിയും കളരിയും എല്ലാം മനസ്സിലാക്കാനൊക്കെ പറ്റി. അപ്പം അത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. നമുക്ക് വെക്കേഷന്, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വെക്കേഷൻ ആയ 5 ദിവസം പോവാലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ നാടകം പിന്നീടാണ് അത് കുറച്ചുകൂടി സീരിയസ് ആവുകയും ഭയങ്കര അത് എന്നാ പിന്നെ ട്രെയിനിങ് എടുക്കാം. സാറ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അത്യാവശ്യം ചെയ്യാറിയാം, അങ്ങനെ പിടിക്കാം. ഞാൻ ആദ്യമായിട്ടൊരു എലിയായിട്ടാണ് അഭിനയിക്കുന്നത് വൈറ്റ് പേപ്പർ നാടകത്തില്. അപ്പം അതിൽ നമ്മൾ എല്ലാവരും എലികളായിരുന്നു. അഭിനയിച്ച് ഭയങ്കര ഒരു കൂട്ടായി, ഭയങ്കര രസമുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നീടാണ് അതിനെ സീരിയസ് ആയിട്ട് കാണുകയും ഞങ്ങൾ. പക്ഷെ ആ സമയത്ത് തന്നെ ഒരുപാട് ഫെസ്റ്റിവൽസിനൊക്കെ പോയിരുന്നു. അതായത് ഇപ്പം സൂര്യ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പോയി നാടകം കളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും അതിന്റെ സീരിയസ്നെസ് അറിയില്ല. ഇപ്പൊ നോക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ, നമ്മൾ 5, 6 പഠിക്കുമ്പോഴത്തേക്കും തന്നെ പോയിരുന്ന വൻ പരിപാടികൾക്കാണല്ലോ എന്ന് ആലോചിക്കുന്നത്. ചിൽഡ്രൻസ് പ്ലേ ആകുമ്പോൾ അതിൻ്റെതായ ഭയങ്കര സുഖവും ഫണ്ണാണ്. സോ അതാണ് എൻ്റെ ഒരു സ്റ്റാർട്ട്. പിന്നീട് കോളേജൊക്കെ ആയപ്പോൾ പിന്നെയും സമയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ ഇടയ്ക്ക് സൺഡേസ് ചന്ദ്രദാസൻ സാർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, വൈപ്പിനിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് അവിടെ പോകും, ഇരിക്കും, നോക്കും. വെരി യങ് റൈറ്റ്, ലൈക്ക് അറൌണ്ട് 25. അപ്പം ആ ഒരു ഏജിൽ തന്നെ അരുൺ കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്തു ഓൾറെഡി. ലൈക്ക് മൂവിയിലേക്ക് എൻ്റർ ചെയ്തു. അരുൺ നല്ലപോലെ രജിസ്റ്റേർഡ് ആയി. ആൾക്കാർക്ക് അരുണിനെ പറ്റി ഓർത്തിരിക്കാൻ സീനുകളുണ്ട്. പടക്കളം എന്നുള്ള മൂവിയിൽ ഓൾമോസ്റ്റ് ഒരു മാസ് പോലെ പോലും വന്നു പോകുന്ന സീനുകളിലൂടെ എല്ലാം അരുൺ ഓൾറെഡി തലവെച്ച് കാണിച്ചു പോകുന്നു. സീരിയസ് ആണെങ്കിലും ഫൺ ആണെങ്കിലും യു ആർ ഹാൻഡിലിങ് ഇറ്റ്. ഓൺ ദി അതർ സൈഡ് വലിയ വലിയ മൂവീസിന്റെ പോലും പോസ്റ്ററുകളും യു ആർ ബീങ് ഏബിൾ ടു മേക്ക് ഇറ്റ്. ആൻഡ് പേര് വൈസും എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു സക്സസ്ഫുൾ എംപയർ ബിൽഡ് ചെയ്ത് വരുന്ന ഒരാളുടെ ഒരു ഇതിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് അതിനെ പറ്റിയിട്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള പിള്ളേരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ ഫൈൻഡ് യു വെരി ഇൻസ്പിറേഷണൽ, മോട്ടിവേഷണൽ ആൻഡ് ഓൾ. വാട്ട് ഡു യു ഹാവ് ടു സേ അബൌട്ട് ഇറ്റ്? എന്താണ് അരുൺ ശരിക്കും ചെയ്യുന്നത്? വാട്ട് ഈസ് ഡ്രൈവിങ് യു? Like you're on the right path. എല്ലാം സംഭവിക്കുന്നതാണ്. നമ്മൾ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തണം, ഇതൊക്കെ ചെയ്യണം. എന്താണ് ശരിക്കുള്ള ആഗ്രഹം? 7ാം ക്ലാസ് തൊട്ടിട്ട് എൻ്റെ ഒരു പ്രൈമറി ആഗ്രഹം സിനിമയിൽ പ്രവർത്തിക്കണം, സിനിമയിൽ അഭിനയിക്കണം.
എന്തെങ്കിലും ചെറിയ സീനിലാണെങ്കിലും വന്ന് തല കാണിച്ച് പോകണം. ഓൾറെഡി കഴിഞ്ഞു. അല്ല, അപ്പൊ അതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മെയിൻ സാധനം. നമ്മൾ ജീവിക്കുന്നത് ആർട്ട് കൊണ്ടായിരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ഡോ നോ ഇപ്പം എന്ത് അളവിൽ നമുക്ക് അപ്പൊ ആ സമയത്തൊന്നും അറിയില്ലോ സിനിമയിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട്, ആർട്ട് കൊണ്ട് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഒരു വലിയ ധാരണയില്ല. അപ്പം ഐ വാണ്ടഡ് ടു ഡു ദാറ്റ് ഇവഞ്ച്വലി. പിന്നെ ഈ പറയുന്ന പോലെ അഭിനയിക്കണം, ഒരു ആക്ടറായി മാറണം, എല്ലാവരും അറിയുന്ന ഒരു ആക്ടർ ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ചെറുപ്പത്തിലും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന പോലെ 3ാം ക്ലാസ്സിൽ ഞാൻ സ്വന്തമായി പോയി ചേർന്നൊന്നുമല്ല നാടകത്തിന്. അപ്പം വീട്ടുകാർ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യും, വീട്ടുകാർ കൊണ്ട് ചേർക്കുകയും അപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ ഡെസ്റ്റിനി പോലെ എല്ലാം കണക്റ്റായി സംഭവിച്ചു പോയതാണ്. ലോട്ട് ഓഫ് പീപ്പിൾ ഹാസ് ഹെൽപ്പ് മീ. എനിക്ക് നല്ല മെന്റേഴ്സ് ഉണ്ടായി അതിൻ്റെ ഇടയിലൊക്കെ. നല്ല ഇപ്പോൾ ചന്ദ്രൻ സാർ, ഷേർലി മിസ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ പോയിന്റിലും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഗംഭീരമായിട്ടുള്ള ടീമുകളും ആൾക്കാരും ഒക്കെ വന്നു. ഇപ്പം എസ്തടി കുഞ്ഞമ്മ തുടങ്ങിയപ്പോഴും ദീപക് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കോ ഫൗണ്ടറാണ്. പിന്നെ എൻ്റെ ടീം അടിപൊളി ഒരു ടീമാണ്. സോ എന്തൊക്കെയോ പോയിന്റിൽ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ കൂടിച്ചേർന്നാണ് എനിക്കിങ്ങനെ പോകാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ ട്രാക്കിൽ പോകാമെന്ന് തോന്നുന്നില്ല. ഞാൻ 10-20 ട്രാക്കുകൾ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തു നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇപ്പം ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ചിലർ പറയില്ല. അതുപോലെ എനിക്ക് എല്ലാം പിടിച്ചു നോക്കണം എന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ട് ഇത് മാത്രം ചെയ്യാന്നൊന്നും അങ്ങനെയില്ല. പിന്നെ അഭിനയിക്കുകയും നല്ല റോളുകളിലേക്ക് എത്തണം, നല്ല സിനിമയുടെ ഭാഗമാവണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹം. അതൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ചെയ്തു പോകുന്നു എന്നുള്ളതല്ലോ, അല്ലാണ്ട് ഇത്രയും. എലിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തി, ഡിസയറിലേക്ക് ആദ്യം പറഞ്ഞു. DSR അല്ല, സിനിമ ആദ്യം ചെയ്ത ഫസ്റ്റ് മൂവി എന്റെ ജോലിയാ പറയണ്ട. അല്ല, ഫസ്റ്റ് മൂവി സ്കൂൾ ബസ്സാണ് അഭിനയിച്ചത് ഞാൻ, റോഷൻ ആൻഡ്രൂ സാറിന്റെ. അതിന് മുന്നേ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. സ്കൂൾ ബസ് ഐ തോട്ട് എനിക്ക് അത് കഴിഞ്ഞ എങ്ങനെ എത്തിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ നാടകത്തിന്റെ അവിടെ തന്നെ ഓഡിഷന് വേണ്ടിയിട്ടാണ് വരിക ചെയ്തത്. ജൂഡ് ആന്റണി സാർ വന്നിട്ട് ഇങ്ങനെ കുറച്ച് പിള്ളേരെ എടുക്കുകയും അപ്പൊ അതിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതിനുശേഷം തട്ടത്തിൻ മറയത്തിന്റെ ഓഡിഷന് പോയിട്ടുണ്ടായിരുന്നു. തട്ടത്തിൻ മറയത്തിന്റെ ഓഡിഷന് പോയിട്ട് അഭിനയിച്ചിട്ട് ശരിയായില്ല. അന്നേരം എന്റെ അച്ഛൻ അടുത്തിരിപ്പുണ്ട്, അച്ഛനും ഞാനും. അപ്പം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനെടാ നിന്റെ കൂട്ടുകാരനൊരു ഗേൾ ഫ്രണ്ട് സെറ്റായി, അപ്പൊ നീ അവനോട് പറയണേടാ അത് വേണ്ടടാ, ഈ പ്രായത്തിൽ അതൊന്നും പിടിക്കരുത്. അപ്പൊ ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇത് നീ പറഞ്ഞ് നിന്റെ കൂട്ടുകാരനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ അച്ഛൻ ഉള്ളപ്പോ ഒരു ഓക്വേർഡ്നെസ് ഉണ്ട്, ഇത് അഭിനയിക്കുന്നത് ഇതെങ്ങനെ അഭിനയിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛനപ്പം ഇങ്ങനെ തിരിഞ്ഞൊക്കെ ഇരിക്കാനൊക്കെ തുടങ്ങി, അത് നോക്കാത്ത പോലെ. ഞാൻ പറ്റുന്ന പോലെ അഭിനയിച്ചു, പക്ഷെ എനിക്ക് അഭിനയിക്കുമ്പോഴേ അറിയാം കയ്യിൽ നിന്ന് പോയി, അത് പോരാ, കൊള്ളൂല. ഭയങ്കര ഞാൻ പ്രത്യേകിച്ച് നാടകം ചെയ്ത് വന്ന് അപ്പൊ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് അഭിനയിക്കും. വിനീതേട്ടൻ പറഞ്ഞാൽ ആടാ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ എന്റെ അച്ഛനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നീ കുറച്ചുകൂടെ അഭിനയം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചറിഞ്ഞു, ഓക്കെ ഞാൻ കുറച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ തിയേറ്റർ ആക്ടിങ്ങും സിനിമ ആക്ടിങ്ങും വേറെയാണല്ലോ. അതിനുശേഷം എന്റെ 2 കൂട്ടുകാരെ ഓഡിഷൻ വന്നത്, അവർ 2 ആ സിനിമയിൽ അഭിനയിച്ചേക്കണം. ഞാൻ ഒഴികെ ബാക്കി 2 അഭിനയിച്ചു. എത്ര വയസ്സുണ്ടായിരുന്നു? ഞാനൊരു 7ാം ക്ലാസ്സിൽ. സോ അപ്പൊ എനിക്കിങ്ങനെ ഇനി അഭിനയിക്കണം, പരിപാടി പിടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ലുക്ക് ഔട്ട് ഫോർ റോൾസ്. എനിക്കൊന്നും അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നീട് ഇതുപോലെ റോഷൻ സാറിന്റെ ഒരു അസോസിയേറ്റ് സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഫുൾ പിള്ളേരാണ്. തിയേറ്റർ ക്യാമ്പിൽ വന്നിട്ട് സെലക്ട് ചെയ്തപ്പോൾ എന്നെയും വിളിച്ചു കൊണ്ടുപോയി. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കര പ്രായമൊക്കെ തോന്നി. അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ലാസ്റ്റ് ഇദ്ദേഹത്തോടെ ഓക്കെ എന്നാൽ ഇവനെ വെക്കാം. ഞാൻ അത്യാവശ്യം ഒരു മെയിൻ പരിപാടി പോലെ ഉണ്ടായിരുന്നു ആ പടത്തിൽ. അതിന് അത്യാവശ്യം നല്ല റോൾ ഉണ്ടായി. ചാക്കോച്ചനൊക്കെ ഉണ്ട് ആ പടത്തിൽ. അപ്പം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ടു സ്റ്റാർട്ട് ഓഫ്. റോഷൻ സാറിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ കിട്ടി. എന്നിട്ട് ഐ തോട്ട് ലോട്ട് ഓഫ് ഫിലിം വിൽ ഫോളോ. ഒരുപാട് സിനിമ കിട്ടുമെന്ന് കരുതി, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല. 11th 12th നല്ലവണ്ണം ഓഡീഷൻസിന് പോയിട്ടുണ്ട്. ഒരുപാട് ഓഡീഷൻസ്, ഇന്റർവ്യൂ അയക്കും, ഫോട്ടോ അയക്കും, ഒന്നും നടക്കുന്നില്ല, എനിക്ക് പറ്റുന്നേ ഇല്ല. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ആരെയും പരിചയം ഉണ്ടാവണം, ആരെയും റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ സ്കൂൾ ബസ്സിൽ പരിചയമുള്ളവരെയൊക്കെ വിളിച്ച് ചോദിക്കുകയും ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പുഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടുന്നുണ്ടായില്ല. 12th ആയപ്പോഴത്തേക്ക് ഐ റിയലൈസ് കുറച്ചുകൂടെ. 11th 12th ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു. ഷോർട്ട് ഫിലിംസിലൊക്കെ ഇപ്പം എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഞാൻ തന്നെ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് പോസ്റ്റർ ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാൻ. അപ്പൊ ഞാൻ മെയിൻ ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് പല ജോണർ സാധനങ്ങളൊക്കെ ചെയ്ത് തഴമ്പിച്ച് ഒരു 12 ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഞാൻ കോളേജിൽ ചേരുകയും വിസ്കോം പഠിക്കണം എന്നുണ്ടായിരുന്നു. അത് നടക്കാതെ ഞാൻ ബികോമിലേക്കൊക്കെ വന്ന് ലാൻഡ് ആവുകയും എനിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിലും ഞാൻ പഠിച്ച് കുറച്ച് ആയി. പിന്നീട്
ഈ പറയുന്ന പോലെ ലോക്ക്ഡൌൺ ഒക്കെ വന്ന് അങ്ങനെയാണ് അതൊന്ന് സെറ്റിൽ ആവുന്നത്. പക്ഷെ ഈ ഒരു ഡ്യൂറേഷനിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച മാത്രമല്ല, ഞാൻ ഒരുപാട് ഓഡീഷൻസിനും പോയിട്ടുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഞാൻ മിക്കതും പഠിച്ചത്, എങ്ങനെയാണ് അഭിനയിക്കുന്നത്, എങ്ങനെയാണ് സിനിമയിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ. ഓഡിഷന് പോകുന്ന സമയത്ത് അപ്പം അതിനുവേണ്ടി ഞാൻ കുറെ ട്രൈ ചെയ്യാൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ വീട്ടുകാരെ സപ്പോർട്ടാണ്, അച്ഛൻ കൊണ്ടു നടക്കുമായിരുന്നു. ട്രിവാൻഡ്രവും കാസർഗോഡ് എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒറ്റ ഓഡീഷൻ എനിക്ക് കിട്ടിയില്ല. പക്ഷെ ഞാനൊരു 100-120 സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒറ്റയിടത്തും കിട്ടിയിട്ടില്ല. പിന്നീട് ലോക്ക്ഡൌൺ ഒക്കെ വരുമ്പോഴാണ് ഞാൻ പിന്നെ ബ്രേക്ക് എന്ന് പറയുന്നത് എസ്തറ്റിക് കുഞ്ഞമ്മയ്ക്ക് ശേഷമായിരുന്നോ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്? ഞാൻ എസ്തറ്റിക് കുഞ്ഞമ്മ തുടങ്ങിയതിന് ശേഷം എനിക്ക് നമ്മുടെ ഗണേഷ് രാജ് സാറിന് പൂക്കാലം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പൊ ഗണേഷ് ചേട്ടൻ ഞങ്ങളുടെ ഷേർലി മിസ്സിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓഡീഷൻ വന്ന് അഭിനയിച്ചു നോക്കുകയും അങ്ങനെയാണ് പൂക്കാലത്തിലാണ് ഞാൻ അത്യാവശ്യം ഒരു ത്രൂ ഔട്ട് റോള് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വീണ്ടും ഒരു പടം മധുരത്തിൽ ഞാൻ ഒരു ചെറിയ സീൻ അഭിനയിച്ചിട്ടുണ്ട് അഹമ്മദ് കബീർ സാറിന്. അപ്പൊ അങ്ങനെ വീണ്ടും അങ്ങനെയാണ് കിട്ടുന്നത്. സർവമായ വീണ്ടും ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ക്ലൂ, ഹിന്റ്? ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് ഒരു ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടല്ല, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ട്രൈ ചെയ്ത പോലത്തെ ഒരു അറിയില്ല, അല്ലല്ല ഒരു കുറച്ചൊരു അതിലൊരു ഫൺനെസ് ഉണ്ട്. എന്നാലും ഞാൻ ഇത്തിരി അവിടത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയൊക്കെ നിൽക്കുന്ന, ഞാൻ എന്റെ ഇഷ്ടപ്പെടാതെ വരുമോ? ഐ മീൻ ഇല്ല, ക്യാരക്ടറിനോട് ഇഷ്ടപ്പെടാതെ വരുമോ? വരില്ലായിരിക്കാം. ഞാൻ എന്റെ ഒരു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാനൊരു മാന്യനാണ്. പക്ഷെ ഞാൻ അവിടെ ചെറിയ ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ സെൽഫിഷിനല്ല, എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതൊരു ഇല്ലീഗൽ കുറച്ച് പരിപാടികളുണ്ട്. സോ അത് പിന്നീട് നിവിൻ ചേട്ടനായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരികയും കുറച്ച് നെഗറ്റീവ് ഒക്കെ ആവുകയും, ഞാൻ ഇച്ചിരി ഒരു മോശം പയ്യനാണ് എവിടേക്കോ. പക്ഷെ കുറച്ചൊരു കോമിക്കൽ എസൻസ് ഉണ്ട്. എന്റെ പടം ഒരു ഫൺ പടമാണ്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്, എൻ്റെ അടുത്ത് അഖിലേട്ടനും പറഞ്ഞാടാ നീ ചെയ്യാത്തൊരു ടൈപ്പ് സാധനമായിരിക്കും, ഫണ്ണൊക്കെ ഉണ്ട്, എന്നാലും നെഗറ്റീവ് സാധനം നീ പ്ലേ ചെയ്ത് നോക്ക്, കൊള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ വൻ നെഗറ്റീവ് ഒന്നല്ല കേട്ടോ, കാണുമ്പോൾ കിട്ടും. ചെറിയൊരു ഐ പ്ലേഡ് എ സ്മോൾ പാർട്ട്. അരുൺ അന്വേഷിപ്പും കണ്ടെത്തലും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് ഉള്ള ക്യാരക്ടറാണ് ചെയ്തത്. നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യാനാണോ ഇഷ്ടം? അല്ലല്ല, എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം പിടിച്ചു നോക്കണമെന്നുണ്ട്. ഒരു കോമിക്കലായിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേരിയേഷൻസ് വേണം. വേരിയേഷൻസ് ഇല്ലാതെ വരുമ്പോഴാണ് അരുണ് ബോറടിക്കുന്നത്. അത് പക്ഷെ എപ്പോഴും കിട്ടുമെന്ന് അറിയില്ല. കിട്ടുമ്പോ നമ്മൾ വേരിയഡ് ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു എസെൻസ്. പക്ഷെ അന്വേഷിപ്പിനിൽ ഞാനൊരു ഇച്ചിരി മോശപ്പെട്ട ഒരു പയ്യനായിരുന്നു. പിന്നീട് ഇതിലേക്ക് വരും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അത്ര പ്രശ്നക്കാരനൊന്നുമല്ല, എന്നാലും ചെറിയ പ്രശ്നമുള്ള, അങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ അങ്ങനെ തപ്പിയെടുത്തിട്ടില്ല. ഞാൻ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇനി വന്നാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ എല്ലാ ടൈപ്പ് പരിപാടി പിടിക്കണം, അതാണ് എന്റെ ആഗ്രഹം. എല്ലാം പിടിക്കാം. അരുൺ ഇതിനിടയിൽ ബോളിവുഡിലേക്ക് ഒന്ന് ചലിച്ചു. വിദ്യാബാലനൊക്കെ ആയിട്ട് ഒരു അസോസിയേഷൻ ഒക്കെ നടത്തി. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയണം, എന്തായിരുന്നു അത്, എങ്ങനെ അത് ഒപ്പിച്ചെടുത്തു? അത് ഒപ്പിച്ചെടുത്തല്ല, അവര് 2021 അങ്ങനെ ഒരു കോൾ, ഒരു പടമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ച്, കൊച്ചി തന്നെയുള്ള, എടാ ഇങ്ങനെ ഒരു ഹിന്ദി പടമാണ്, ഒരു ഓഡീഷൻ ചെയ്യാവോന്ന് ചോദിച്ചു. ഹിന്ദി പടമാണ്, ഒരു ഓഡീഷൻ ചെയ്യാവോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്നിട്ട് ഓഡീഷൻ, പക്ഷെ ഹിന്ദി ഡയലോഗൊക്കെ തന്ന്. ഹിന്ദി സംസാരിക്കാൻ അറിയോന്ന് ചോദിച്ചു. ഞാൻ അറിയാം, ചുമ്മാ എല്ലാം അറിയാലോ, അപ്പൊ അങ്ങനെ അങ്ങ് പറയാന്ന് വിചാരിച്ചു. ഇല്ലില്ല, കുറച്ച് ഒപ്പിക്കാന്നേ ഉള്ളൂ. ഞാൻ അല്ല ഏറ്റിട്ട് അത് ചെയ്യുന്നതിന് മുന്നേ പഠിച്ചെടുക്കാലോ, ട്യൂഷന് അത് വേറെ ലെവലിലേക്ക് പോയി. പഠിക്കാൻ തുടങ്ങി ബോളിവുഡ് പടത്തില്. ഇല്ല, ഇപ്പൊ ഡയലോഗ് തന്നു. അപ്പം ഞാൻ നോക്കുമ്പോ എനിക്ക് എങ്ങനെയും ചെയ്താൽ മതി. അത് ഞാൻ ചെയ്ത് നോക്കി, വായിച്ചു നോക്കി. പിന്നീട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തി. അപ്പോൾ ലോക്ക്ഡൗൺ പീക്ക് ടൈമാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചു വരുത്തി, അവനെ മെനക്കെടുത്തി 10-30 പ്രാവശ്യം ടേക്ക് ചെയ്ത് മറ്റേ ഹിന്ദിയൊക്കെ കറക്റ്റ് പറഞ്ഞ് ഒരു കോമിക്കൽ ഒരു സീൻ ചെയ്തു അയച്ചു. അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കണ്ടിട്ട് കാസ്റ്റിംഗ് ഡയറക്ടർ എന്താണ് ഈ കാണിച്ചേക്കത്, കൊള്ളാം, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയി. കാരണം ഞാൻ കുറേ എഫേർട്ട് ഇട്ട് അതിന്, മറ്റേ മുണ്ടൊക്കെ എടുത്ത് പ്രത്യേക ഒരു സാധനം, അവരത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് കണ്ട് എന്നെ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട്, അരുൺ നീ സെലക്ട് ആയിട്ടുണ്ട്, പടം എന്ന് പറഞ്ഞാൽ വിദ്യാബാലൻ, ഇല്യാന ഡിക്രൂസ്, പ്രതീക് ഗാന്ധി ഒക്കെ ഉള്ള ഒരു ഹിന്ദി സിനിമയാണെന്നൊക്കെ. ഞാനേ എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്. ഇങ്ങനെയാണ് ഒരു 10 ദിവസം 8 ദിവസം 10 ദിവസം ഒക്കെ ഉള്ള ഒരു ഷൂട്ടാണ്. ഊട്ടിയിലാണ് ഷൂട്ട്. നിന്നെ ബോംബെയിലേക്ക് വിളിക്കും,
അപ്പോഴത്തേക്കും ചെന്നാൽ മതി, എന്നിട്ട് അവിടെ വെച്ചിട്ട് പ്രപ്പൊക്കെ ഉണ്ട്, പ്രപ്പ് ചെയ്ത് വായിച്ചിട്ട് നിനക്ക് തിരിച്ചു വരാം, കോസ്റ്റ്യൂം ട്രയലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് ഫ്ലൈറ്റ് വന്ന് ഞാൻ ബോംബെയിലെത്തി ഒരു ഓഫീസിൽ ചെന്നപ്പം അതിൻ്റെ ഡയറക്ടറെ മീറ്റ് ചെയ്തു. ഒരുപാട് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ ഉള്ള ഒരു സീൻ, ഒരു ഡൈനിങ് ടേബിൾ സീൻ, അതൊക്കെ റീഡ് ചെയ്ത് നോക്കി. അപ്പൊ അന്നേരം ഒരു ചെയർ ഇട്ടേക്കുക, ഇവിടെയാണ് വിദ്യാബാലൻ മാം ഇരിക്കുക, അവിടെ പ്രതീക് സാർ ഇരിക്കുക. അപ്പോഴും എനിക്കൊരു ഡൗട്ട്, ഇത് ശരിക്കും ആണോ ഇത് അവരുണ്ടാന്ന്. ഞാൻ പക്ഷെ ഞാൻ അഭിനയിച്ചൊക്കെ നോക്കി, കണ്ടു. അല്ല അവരില്ല, ചെയർ ഇട്ടേക്കുന്നേ ഉള്ളൂ, ഇവിടെ ഇവര് വരും അവരങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആണ് ആസ് എൻ ആക്ടർ. ഇങ്ങനെ ഒരു പരിപാടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു നോക്കി, പരിപാടി ഡയലോഗൊക്കെ പഠിച്ച് അഭിനയിച്ച് നോക്കി. എന്നിട്ട് ഊട്ടിക്ക് പോയി. ഊട്ടിക്ക് ഷൂട്ടിന് പോയിട്ട് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട്, അപ്പൊ ഞാൻ ആ സമയത്ത് കുറെ ഹിന്ദി ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ടായി വിദ്യ മാമിൻ്റെ അടുത്ത് പറയാനൊക്കെ. ഞാൻ എന്നിട്ട് വന്നു സംസാരിച്ചപ്പോൾ അവര് നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ്, ഹിന്ദി പറയണ്ട മലയാളം അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ട് ഭയങ്കര അടിപൊളി ഒരു ദിവസങ്ങളായിരുന്നു അത് അഭിനയിക്കാനും. ഷീ വാസ് വെരി ഹെൽപ്ഫുൾ. പ്രതീക് ഗാന്ധി ഭയങ്കര ഫൺ, രസമുണ്ട്. അവര് ഷൂട്ട് കഴിഞ്ഞ് പുറത്ത് ക്രിക്കറ്റ് കളിക്കുക അങ്ങനത്തെ ഒക്കെ പറയുന്ന പോലത്തെ ഒരു സാധനം. ഭയങ്കര തണുപ്പാണ്, എന്നാൽ പോലും നമുക്ക് ഭയങ്കര എൻജോയബിൾ. വെളുപ്പിന് 5 മണിക്കൊക്കെ എണീക്കണം ഷൂട്ട് ചെയ്യാൻ. ഓൾ ഫൺ, പ്രോപ്പർ ഹിന്ദി പ്രൊഡക്ഷൻ, അപ്ലോസ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു പടം. എനിക്ക് കുറച്ച് സീനുകളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഐ ഹാഡ് ഫൺ ഡൂയിങ് ഇറ്റ്. അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണ് ആ പടം ചെയ്യുന്നത്. അതിനിടയിൽ മൂവി മുന്നോട്ട് ഏതൊരു മൂവിയുടെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ടുള്ള ബിസിനസ്സും പിടിച്ചില്ലേ? ബിസിനസ് പിടിച്ച ആ ഫിലിമിൻ ആ പ്രൊഡക്ഷന്റെ അടുത്ത പടത്തിന് നമ്മള് പിച്ച് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് ചെയ്തപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ട്. അതിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യുന്നത് ഗോ നോനി ഗോ എന്നാണ് പേര്, ഡിംപിൾ കപ്പാടിയ മാമിന്റെ പടം. ഇപ്പൊ നമ്മൾ വേറൊരു പടം ചെയ്യുന്നുണ്ട്, അത് വേറൊരു സിനിമയാണ്. അത് പക്ഷെ വേറെ നമ്മള് പേര് പറയാൻ പറ്റില്ല. ആലിയ ഭട്ട് മാം ഒക്കെ ഉള്ളൊരു. ആലിയ ഭട്ട് മാം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആലിയ ഭട്ട് എങ്ങാനും അറിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷൻ വരെ എത്തി. വെറുതെ ഇപ്പൊ പറയണ്ടല്ലോ, ചെയ്യുന്നു, പരിപാടികൾ നടക്കുന്നു, അങ്ങനെ പോകുന്നു. It was really nice talking to you, Arun. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അരുൺ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ബട്ട് എനിക്ക് മനസ്സിലായതിനേക്കാളും അരുണിനെ പറ്റി എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ഒരുപാട് അരുണിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഞാൻ അരുണിൽ ഒരുപാട് പ്രതീക്ഷ കാണുന്നുണ്ട്. ലൈക്ക് യു ക്യാൻ കണ്ടെയ്ൻ സോ മച്ച്, യുവർ എ അമേസിംഗ് വെസൽ എന്നൊരു ഫീൽ എനിക്ക് തന്നിട്ടാണ് അരുൺ പോകുന്നത്. പ്രേക്ഷകർക്കും അത് കുറെ കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. അടിപൊളിയായിട്ട് വരട്ടെ. ലോട്ട് ഓഫ് തിങ്സ് യു വാണ്ടഡ് ടു, യു വെരി ഗ്രീഡി ഓൾസോ, യു വാണ്ടഡ് ടു ഡു എവറിത്തിങ്. എല്ലാത്തിലും അമേസിംഗ് ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആഗ്രഹം അനുസരിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്.